കൂടി +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കെ.എസ്.യുവിന്റെ പ്രതിഷേധം. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ വാക്കേറ്റമുണ്ടായിരുന്നു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ച കെ.എസ്.യു പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഴുവൻ വിഷയങ്ങളിൽ കിട്ടിയിട്ടും +1 അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന കുട്ടികളും ഈ പ്രതിഷേധത്തിൽ ഭാഗമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.എസ്.യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ വനിതാ പോലീസ് എത്തി ആ പെൺകുട്ടികളെ അവിടെ നിന്ന് നീക്കുന്നു. മറ്റ് കെ.എസ്.യു പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് ഉപരോധത്തിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. അതിനെ തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ നീക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് അവിടെ. അഭിജിത്ത്, പറയൂ. ഗോപി, നിലവിൽ കെ.എസ്.യു പ്രവർത്തകരെ പ്രതിഷേധവുമായി എത്തിയ കെ.എസ്.യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ പോലീസ് ഇവിടെ എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ RBDയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ഇല്ലാതെ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു കെ.എസ്.യു പ്രവർത്തകരുടെ മറുപടി. ഏതായാലും നിലവിൽ പോലീസ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിന്. അവരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. കെ.എസ്.യു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഉപരോധ സമരത്തിനിടെ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ വരുന്നത് കോഴിക്കോട്ട് നിന്നാണ്. നമുക്കറിയാം, മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കെ.എസ്.യുവിന്റെ പ്രതിഷേധം നടക്കുന്നത്. കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു കെ.എസ്.യു പ്രവർത്തകർ. മുഴുവൻ പരീക്ഷകൾക്കും +1 കിട്ടിയിട്ടും +1 സീറ്റ് കിട്ടാതിരുന്ന കുട്ടികളും ഈ പ്രതിഷേധത്തിൽ ഭാഗമായിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധിക്കുന്നവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കോഴിക്കോട് ഇപ്പോൾ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലാണ് ഈ സംഭവം. അഭിജിത്ത് മുഴക്കുന്നാണ് നമ്മളോടൊപ്പം തുടരുന്നത്. അഭിജിത്ത്, തുടരുകയാണ്. കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് കോഴിക്കോട് RBD ഓഫീസിലേക്ക് കെ.എസ്.യു പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. RBDയെ ഉപരോധിക്കുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കെ.എസ്.യു നീങ്ങുകയും ചെയ്തിരുന്നു. പ്രധാനമായും മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി തന്നെയായിരുന്നു കെ.എസ്.യു ചൂണ്ടിക്കാട്ടിയത്. അധിക ബാച്ചുകൾ അനുവദിക്കണം, അത്തരത്തിലുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെയും മുന്നിൽ വച്ചതാണ്. പക്ഷേ അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കെ.എസ്.യുവിന്റെ പ്രധാനപ്പെട്ട പരാതി. 2 അലോട്ട്മെന്റുകൾ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾ അടക്കം പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മുഴുവൻ A+ ലഭിച്ചിട്ടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എത്തിച്ചാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് കെ.എസ്.യു കടന്നത്. നിലവിൽ അധിക ബാച്ചുകൾ മലബാറിൽ അനുവദിക്കണം എന്നുള്ളതാണ് കെ.എസ്.യുവിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം മുൻപ് തന്നെ കെ.എസ്.യുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഈ ഒരു പ്രതിഷേധ പരിപാടിക്കൊടുവിൽ പോലീസിന്റെ നടപടി പുരോഗമിക്കുകയാണ്. പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി ലഭിക്കാതെ തങ്ങൾ ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതായിരുന്നു കെ.എസ്.യു പ്രവർത്തകരുടെ നിലപാട്. ഏതായാലും നിലവിൽ പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ഗോപി, അഭിജിത്ത് മുഴക്കുന്ന് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട്ട് കെ.എസ്.യുക്കാർ ഉപരോധ സമരം നടത്തുന്നതിനിടെ അവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടായിരുന്നു കെ.എസ്.യുവിന്റെ പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ വാക്കേറ്റം ഉണ്ടായിരുന്നു. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധത്തിനിടെയാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ വിഷയത്തിലും A+ കിട്ടിയിട്ടും +1 അഡ്മിഷൻ ലഭിക്കാതിരുന്ന കുട്ടികൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കെ.എസ്.യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.